ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ഈ കഥയിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും കാര്യങ്ങളൊക്കെ. ഇപ്പം കരുണ കാണിക്കുന്നവൻ, അങ്ങനെ നമ്മൾ പലപ്പോഴും എന്തോരം തട്ടിപ്പുകളിൽ പെട്ടുപോയിട്ടുണ്ടല്ലേ കരുണ കാണിച്ചിട്ട്. അപ്പം എന്തു ചെയ്യും? കരുണ കാണിക്കാൻ തോന്നുമോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അയാൾ എല്ലാ ദിവസവും അയാളിനി പുതിയ, ഇവിടെ ഞാൻ അനൗൺസ് ചെയ്യുന്നത് കൊണ്ട് പുതിയ തന്ത്രം ചിലപ്പോൾ മെനയുമായിരിക്കും. അയാൾക്കെപ്പോഴും ട്രെയിനിൽ നിന്ന് സാധനങ്ങളൊക്കെ മിസ്സാകും. ഞാൻ ഈ വഴി കിടന്നാണ്, ഈ പള്ളി വരാന്തേ കിടന്നാണ് ഉറങ്ങിയത്, അതുകൊണ്ട് എനിക്കൊന്നുമില്ല, എൻ്റെ കയ്യിലൊന്നുമില്ല, എനിക്ക് എന്തേലും തരണം എന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു 5-6 മാസമായിട്ട് ഇവിടെ ഉണ്ട്, മലയാളിയാണ്. അപ്പോൾ ആളുകൾ കൊടുക്കുന്നുണ്ട്. ആൾക്ക് സംശയം തോന്നും, എന്നാലും കൊടുക്കും. അപ്പോൾ കരുണ കാണിക്കുന്നതൊക്കെ അബദ്ധമായിട്ടില്ല. വിദേശത്ത് പോകാനായിട്ട് പണം കൊടുത്തിട്ട് എത്രയോ തട്ടിപ്പുകളിൽ എത്ര ലക്ഷം രൂപ പോയിട്ടുണ്ട്. വിവാഹ കാര്യങ്ങളിലൊക്കെ തട്ടിപ്പ് സംഭവിച്ചിട്ടില്ലേ? ചില കാര്യങ്ങൾ മറച്ചു വെച്ച് വിവാഹം കഴിച്ചിട്ട്. അപ്പം എന്തു ചെയ്യും? ഇത് പലതരത്തിൽ നമ്മൾക്കിത് വിചിന്തനം ചെയ്യേണ്ടതുണ്ട്. ഞാനിങ്ങനെ ഈ പൂജരാജാക്കന്മാരുടെ കഥയുണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെടുത്തിയും ഈ സംഭവത്തെ ഒന്ന് ധ്യാനിക്കാൻ പറ്റും. 3 ഗ്രൂപ്പുകളാണ് ഉള്ളത് എന്ന് കരുതുക. ഒന്ന് കവർച്ചക്കാരൻ്റെ ഗ്രൂപ്പാണ്, രണ്ടാമത്തേത് പുരോഹിതൻ്റെയും ലേവായൻ്റെയും ഗ്രൂപ്പ്, മൂന്നാമത്തെ ഗ്രൂപ്പ് നല്ല സമരിയക്കാരൻ്റെ ഗ്രൂപ്പ്. അതിൽ ഹെറോദേസ് കവർച്ചക്കാരൻ്റെ ഗ്രൂപ്പിൽ പെടുത്താൻ പറ്റിയ ഒരാളാണ്. അതിൽ ഈശോ ജനിച്ചു എന്നൊരു അറിവ് അവിടെ ഉണ്ടായി. പക്ഷെ ആ അറിവിന് അത് ഉൾക്കൊള്ളാൻ അയാൾക്ക് പറ്റിയില്ല. അയാൾ ആ അറിവ് നശിപ്പിക്കാനാണ് ശ്രമിച്ചത്. കവർച്ചക്കാരൻ അതല്ലേ ചെയ്തത്. അതായത് അയാളുടേത് എൻ്റേത് എന്ന് പറയുന്നതാണ് കവർച്ചക്കാരൻ്റെ മനോഭാവം. അയാളുടേത് എൻ്റേത് എന്ന് പറയുന്നതാണ് കവർച്ചക്കാരൻ്റെ. അത് ഒരു കാടത്തം നിറഞ്ഞ സംസ്കാരമാണ്. കാടത്തം. നമുക്ക് ചിലപ്പോൾ തട്ടിപ്പുകൾ, പലതരത്തിലുള്ള തട്ടിപ്പുകൾ, ഓൺലൈൻ തട്ടിപ്പുകൾ. നിൻ്റെ സ്വത്ത് എനിക്ക് വേണം. ചിലപ്പോൾ ചില അപ്പന്മാർ, മകൾക്ക് ചിലപ്പോൾ കുറവുകളുണ്ടാകാം, പക്ഷെ അപ്പൻ്റെ ആഗ്രഹം മകളെങ്ങനെയെങ്കിലും കെട്ടിച്ചു വിടണം. എന്നിട്ട് ചില കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് കല്യാണം നടത്തിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ തന്നെ 1 വർഷം കഴിഞ്ഞിട്ടും അവൾക്കൊരു കുട്ടി ഉണ്ടാകണമെന്നൊരു ആഗ്രഹമില്ല. അപ്പോഴാണ് വീട്ടിൽ അവളുടെ അനുജൻ ചെറിയൊരു സൈക്കോയാണ്. അപ്പോൾ ഇവളും IT ഫീൽഡിലൊക്കെ നല്ല ജോലിയുള്ള ആളാണ്. 1 വർഷം കഴിഞ്ഞപ്പോൾ ചെറുക്കന് പിന്നെ വയ്യാണ്ടായി. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഉപേക്ഷിക്കാൻ പറഞ്ഞു. അവൻ ഒറ്റടിക്ക് പറഞ്ഞു. ഞാൻ ഫോണിലാണ് സംസാരിച്ചത്. പിന്നീട് അവനൊരു കൗൺസിലിംഗ് നടത്തി. സ്പിരിച്വൽ കൗൺസിലിംഗ് അല്ല, യഥാർത്ഥത്തിൽ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചിട്ടുള്ള കൗൺസിലിംഗ്. അതൊരു സിസ്റ്ററിൻ്റെ അടുത്തും ഒരു അച്ഛൻ്റെ അടുത്തും സംസാരിച്ചു. അങ്ങനെ സിസ്റ്റർ പറഞ്ഞു 1 മാസം കൂടി വെച്ച് നോക്കാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു വേണ്ട, ഇത് ഒഴിവാക്കാൻ പറഞ്ഞു. അവൻ ഒഴിവാക്കി വേറെ കല്യാണം കഴിച്ചു. അപ്പോൾ ആ അപ്പൻ ചെയ്തത് ദ്രോഹമല്ലേ? എൻ്റെ മകൾ എന്ന ചിന്ത. എൻ്റെ മകളുടെ കല്യാണം നടക്കണം, ആ ചെറുക്കൻ്റെ ഭാവി പോവും എന്ന വിചാരം ഇല്ല. എൻ്റെ മകൾ എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കണം. അത് കുമ്പസാരക്കൂട്ടിലും ചിലപ്പോൾ ഇന്നലെയാണെന്ന് തോന്നുന്നു, സ്ത്രീകളും പുരുഷന്മാരും ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഒരു സ്ത്രീ പോയി കഴിഞ്ഞാൽ അടുത്ത സ്ത്രീ, അപ്പോൾ അപ്പുറത്തെ ചെറുക്കൻ ഇല്ല, ഞാനാണ് അടുത്തത്. അവനും പോട്ടെ, നമുക്ക് മാത്രം മതിയോ കുമ്പസാരത്തിൻ്റെ പാപമോചനം? അവനും കിട്ടണ്ടേ? അവൻ നമ്മുടെ വീട്ടിലെ മകനാണെങ്കിലോ, അവൻ നമ്മുടെ വീട്ടിലൊരു യുവാവാണെങ്കിലോ, നീ കയറ് എന്നല്ലേ പറയുള്ളൂ ആദ്യം. അപ്പോൾ നമ്മൾ അങ്ങനെ തട്ടിപ്പ്, കൈക്കൂലി വാങ്ങിക്കുന്നത്, അവൻ്റെ പൈസ എനിക്ക് കുറച്ച് വേണം. കമ്മീഷൻ എടുക്കുന്നത്, അവൻ്റെ പൈസ കുറച്ച് എനിക്ക് വേണം. അവൻ അങ്ങനെ വേണ്ട, അവന് കുറേ പൈസ ഉണ്ട്, കുറച്ച് കമ്മീഷൻ എനിക്ക് കിട്ടട്ടെ. പലിശക്കാരൻ, മദ്യപാനി ദൈവത്തിൻ്റെ ശരീരമല്ലേ, അത് എൻ്റെ ശരീരമാണ് എന്ന് പറയും. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും, ദൈവത്തിൻ്റെ ബോഡിയല്ലേ, എൻ്റെ ബോഡി പോലെ മദ്യപാനി ഇല്ലേ, എൻ്റെ ബോഡി പോലെയാണ്. അതൊരു കാടത്ത സംസ്കാരമല്ലേ? അത് ദൈവത്തിൻ്റെ ബോഡിയല്ലേ, ദൈവമല്ലേ എല്ലാം പ്രവർത്തിപ്പിക്കുന്നത്, ദൈവമാണെല്ലാം പ്രവർത്തിപ്പിക്കുന്നത്. മദ്യപാനികൾ, ഇനി വിവാഹബന്ധങ്ങൾ, അതുപോലെ മാതാപിതാക്കൾ നോക്കാത്തവർ, ദുരാചാരങ്ങൾ ചെയ്യുന്നവർ, ദുരാചാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവർ, തൊട്ടിൽ കെട്ടുക. അത് ദൈവവിശ്വാസം. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണ്ട, ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങൾ അങ്ങനെ ക്രിസ്തുവിനെ കുറിച്ച് അറിയണ്ട. നിങ്ങൾ ഇതൊക്കെ ചെയ്ത് തൽക്കാലം തൊട്ടിലൊക്കെ കെട്ടിപ്പൊക്കോ.
മനസ്സിലായി? അതൊരു കാടത്ത സംസ്കാരമല്ലേ. ഇനി അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരോ? നിങ്ങൾ ഈശോയെ അറിയണ്ട, അത് ഹെറോദേസിൻ്റെ സംസ്കാരമാണ്. ഈശോയെ അറിയണ്ട, ഈശോയെ കൊന്നുകളയണം. ഈശോ ആരും അറിയണ്ട, ഈശോ വരരുത്, ഈശോ എന്ന രാജാവ് വരരുത്, ഈശോ നിന്റെ ഹൃദയത്തിൽ രാജാവായി വസിക്കരുത്. നീ തൊട്ടിലും കെട്ടി ചരടും കെട്ടി നടന്നാൽ മതി, നീ താഴും പൂട്ടി നടന്നാൽ മതി. ഇതൊരു കാടത്ത സംസ്കാരം. അപ്പൊ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവര് ആരുടെ പക്ഷത്താണ്? കവർച്ചക്കാരൻ്റെ പക്ഷത്തല്ലേ? നിന്റെ ഉള്ളിലുള്ള ഈശോയെ കവർന്നെടുക്കുന്നത്, നിന്റെ ഉള്ളിലെ ഈശോ വളരാൻ അനുവദിക്കാത്തവർ. ഇനി മറ്റത് പുരോഹിതനും ലേവായനും അവർക്ക് ഇപ്പൊ രാജാക്കന്മാരുടെ കഥയിൽ അവർക്കറിയാം എവിടെയാണ് ജനിച്ചത്. യൂദയായിലെ ബത്ലഹേമിൽ കൃത്യം അറിയാം. പക്ഷെ അവർ പോയില്ല. പൂജരാജാക്കന്മാരാണ് അതിനുവേണ്ടി പരിശ്രമിച്ചത്. അതുപോലെ ലേവായനും പുരോഹിതനും ഇന്നത്തെ അവർ കടന്നുപോയി. അവരുടെ ഉള്ളിലുള്ള അവർക്ക് സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് ഞങ്ങളുടേത് ഞങ്ങൾക്ക് മതി, എൻ്റേത് എനിക്ക് തന്നെ മതി, ആരും എടുക്കണ്ട. ഈശോയെക്കുറിച്ച് പ്രഘോഷിക്കാത്തത്, ഞാൻ അറിഞ്ഞ ഈശോ ആരും അറിയണ്ട, ഞാൻ അറിഞ്ഞ ഈശോയെ നീ അറിയണ്ട. സുവിശേഷം പ്രഘോഷിക്കാത്തത്, ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാത്തത് സ്വാർത്ഥ സംസ്കാരമല്ലേ? വിലാപങ്ങളുടെ പുസ്തകം 1:12 കടന്നു പോകുന്നവരെ നിങ്ങൾക്കിത് നിസ്സാരമാണോ? ചിലപ്പോൾ അമ്മ കട്ടിലെ കിടക്കുകയായിരിക്കും. അമ്മ മോനെ കുഞ്ഞ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ കുട്ടികൾ ചിലപ്പോൾ ആ മുറിയിലൂടെ പെട്ടെന്ന് ഓടിക്കളയും. അവിടെ നിന്ന പണി കൂടും. അമ്മക്ക് വെള്ളം എടുത്തു കൊടുക്കണം, അമ്മയുടെ കാല് തടയി കൊടുക്കണം. അപ്പൊ കടന്നു പോകുന്നവരെ, ഇതൊക്കെ കണ്ടിട്ടും കടന്നു പോകുന്നവരെ നിങ്ങൾക്ക് നിസ്സാരമാണോ? അമ്മ വീട്ടിൽ പ്രാർത്ഥന ചെല്ലുമ്പോൾ പ്രാർത്ഥനയ്ക്ക് മുറി കയറാതെ കടന്നു പോകുന്നവരെ നിങ്ങൾക്കിത് നിസ്സാരമാണോ? അവർ കടന്നുപോയി. പള്ളി കണ്ടിട്ടും പള്ളി കയറാതെ കടന്നു പോകുന്നവരെ നിങ്ങൾക്കിത് നിസ്സാരമാണോ? ഈശോ ബലിയർപ്പിച്ചതിൻ്റെ അനുസ്മരണമല്ലേ? എത്ര ഞായറാഴ്ചകൾ കുർബാന മുടക്കി, എത്ര കുമ്പസാരങ്ങൾ മുടക്കി. ഇതൊന്നും ചെയ്യാതെ കടന്നു പോകുന്നവരെ നിങ്ങൾക്കിത് നിസ്സാരമാണോ? അങ്ങനെ നോക്കുമ്പോൾ എത്ര കടന്നുപോക്കൽ കഴിഞ്ഞു. എത്ര മേഖലകൾ വെറുതെ നിസ്സംഗത കാണിച്ച് ചെയ്യാമായിരുന്ന കാര്യങ്ങൾ ചെയ്യാതെ കടന്നുപോയി. എത്ര മേഖലകൾ. ഇപ്പൊ സമരിയക്കാരൻ്റെ കഥ, അതെന്നെ ബാധിക്കല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് കാര്യമില്ല. എല്ലാം ബാധിക്കും. ധ്യാനിച്ചു കഴിഞ്ഞാൽ എല്ലാം ബാധിക്കും. വചനം നമ്മളെ കൊള്ളും. ഇനിയും അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും ഈശോ കടന്നു പോയി കളയും കേട്ടോ. നിങ്ങൾ കടന്നു പോകാൻ ഭാവിച്ചാൽ ഈശോ കടന്നു പോയി കളയും. ആ വെള്ളത്തിന് മീതെ ഇല്ലേ ഈശോ നടന്നു പോകുന്നതായിട്ട് ഭാവിച്ചു. അപ്പോഴവർ വിളിച്ച കർത്താവേ രക്ഷിക്കണേ, കർത്താവിനെ വിളിക്കണം. ആ എമ്മാവൂസിലേക്ക് പോയപ്പോൾ ഈശോ ഗ്രാമത്തോടടുത്തപ്പോൾ ഈശോ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അപ്പോഴവർ വിളിച്ച വാ ഈശോയെ വാ, ഞങ്ങളുടെ കൂടെ താമസിക്കും, ഈശോയെ വിളിക്കണം. ഇപ്പൊ സ്വാർത്ഥതയിൽ എനിക്ക് എൻ്റേത് മതി എന്ന് പറഞ്ഞ് ജീവിക്കുമ്പോൾ ഈശോയെ കാണുകയൊന്നുമില്ല, ഈശോ വിളിക്കാനും മറന്നുപോകും. കാരണം എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള ശ്രമത്തിന്. ഇനിയും സ്നേഹസംസ്കാരമാണ് സമറിയക്കാരൻ്റെ സംസ്കാരം. എനിക്കുള്ളത് നിനക്കും ഇരിക്കട്ടെ, എനിക്കുള്ളത് നിനക്ക്, എനിക്ക് കിട്ടിയ ഈശോ നിനക്കും ഇരിക്കട്ടെ. എനിക്ക് കിട്ടിയ ഈശോ നിനക്ക് തരുമ്പോൾ എൻ്റെ ഈശോ പെരുത്ത് വരും, എൻ്റെ ഈശോ വർദ്ധിക്കും. അതാണ് മറിയൊക്കെ ചെയ്തതാ, ഈശോ ചെയ്തതാ. ഇരിക്കട്ടെ, എൻ്റെ അമ്മ നിനക്കിരിക്കട്ടെ. അല്ലേ, ഈശോ തന്നില്ലേ? എൻ്റെ അമ്മ എനിക്ക് മാത്രം പോരാ, നിനക്കും ഇരിക്കട്ടെ. പിതാവായ ദൈവം എൻ്റെ പുത്രൻ നിങ്ങൾക്കും ഇരിക്കട്ടെ. പിതാവ് തന്നില്ലേ? ഈശോ മരിച്ചിട്ട് പറഞ്ഞില്ലേ, ഇത് നിങ്ങൾക്കുള്ളതാണ് എൻ്റെ മരണം, തന്നില്ലേ? നിങ്ങൾക്കുള്ളതാണ് ഈ കുർബാന, തന്നില്ലേ? അപ്പം നമ്മളും കൊടുക്കണ്ടേ? നമ്മളും കുറച്ചുകൂടി ആ സ്നേഹ സംസ്കാരം ഈശോയെക്കുറിച്ച് പറയണ്ടേ? അത് ഈശോയാണ് മകനെ എന്ന് പറഞ്ഞു കൊടുക്കണം. ദുരാചാരം ചെയ്യുന്ന മക്കൾ അത് ചെയ്യല്ലേ, അത് 1-ാം പ്രമാണ ലംഘനമാണെന്ന് പറഞ്ഞു കൊടുക്കണം. അതാണ് അവിടെ നമുക്ക് സാധ്യതയുണ്ട്, നമുക്ക് ചെയ്യാൻ നടപടിയുണ്ട്. എണ്ണ വെച്ച് പുരട്ടാനും അല്ല തൈലം വെച്ച് പൂശാനും ഒക്കെ നമുക്ക് സാധ്യതകളുണ്ട്. നമുക്ക് സഭയിൽ ശുശ്രൂഷ ചെയ്യാൻ കാര്യങ്ങളുണ്ട്, വകുപ്പുകളുണ്ട് നമുക്ക് ചെയ്യാൻ. ഇനിയും ആയുസ്സുണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ, ഈ ഈശോയെ പകർന്നു കൊടുക്കാൻ. നമുക്കതിനു വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നല്ല സമരിയക്കാരൻ്റെ കഥ നമുക്ക് ഒത്തിരി ധ്യാനിക്കാൻ സാധിക്കട്ടെ.